ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പലരുടെയും പ്രശ്നമാണ് നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് എണ്ണയിലിടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ എണ്ണ കുടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില തീരെ പൊടിയായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് മല്ലിയില, പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ റോസ്മെല്ല് പോയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് കുരുമുളക് പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി നമ്മുടെ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ മാവിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. അങ്ങനെ ഞാനെല്ലാം കൂടെ ആക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ട, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. വേറൊരു പാത്രത്തിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോ കട്ട്ലറ്റും നമുക്ക് ആദ്യം മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും മുട്ടയുടെ മിക്സ് എത്തുന്ന രീതിയിൽ വേണം മുട്ടയിൽ മുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നും ആദ്യം മുട്ടയുടെ മിക്സിയിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ കട്ട്ലേറ്റും ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായമൊക്കെ അറിയിക്കുക.